ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 38 ശ്ലോകം 9-10. പീതാംബരം കരവിരാജിര ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 9. ജാതാത്തദാ പശുപ സത്മനിയോഗനിദ്രാ നിദ്രാവിമുദ്രിതമദാകൃത പൗരലോകം ത്വത്പ്രേരണാൻ കിമിക ചിത്രം അചേതനയൻ ദ്വാരൈ സ്വയം വെകടി സംഘടിതൈ സുഗാഢം. അന്വയം അർത്ഥം. അധ പിന്നെ, തഥാ അപ്പോൾ, പശുപസന്മനി നന്ദഗോപഗൃഹത്തിൽ ജാത ജനിച്ച യോഗനിദ്രയായ മായ ത്വത്പ്രേരണ അങ്ങയുടെ പ്രേരണ കൊണ്ട് പൗരലോകം പൗരന്മാരെയെല്ലാം നിദ്രാവിമുദ്രിതം നിദ്ര കൊണ്ട് നിശ്ചലരാക്കി അകൃത തീർത്തു. ഇഹ കിം ചിത്രം ഇതിലെന്താണ് അത്ഭുതമുള്ളത്? യത് യാതൊന്നു ഹേതുവായിട്ട്, സുഗാഢം കൂടുതൽ അടുത്ത്, സംഘടിതൈ ചേർക്കപ്പെട്ട, അചേതനൈ ജീവനില്ലാത്ത, ദ്വാരൈ വാതിലുകളാൽ, സ്വയം ബഹടി താനേ തുറക്കപ്പെട്ടു. ഹരിയു. സാരം: ഭഗവത് നിർദ്ദേശമനുസരിച്ച് യോഗമായ പൗരജനങ്ങളെയെല്ലാം നിദ്രയിലാഴ്ത്തി. ഇതിൽ അതിശയമില്ല. അചേതനങ്ങളായ വാതിലുകൾ സചേതനങ്ങളായി തുറന്നു. ഹരിയു. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 38 ശ്ലോകം 10. ശേഷേണ ഭൂരിപണ വാരിതവാരിനാഥ സ്വൈരം പ്രദർശിത പഥോ മണിദീപിതേന ത്വാം ധാരയൻ സകലു ധന്യതമ പ്രദസ്തേ സോയം ത്വമീശ മമ നാശയൻ രോഗവേഗാൻ. അന്വയം അർത്ഥം. അഥ അനന്തരം, ത്വാം അങ്ങയെ, ധാരയൻ ധരിക്കുന്നവനും, ധന്യതമ ഏറ്റവും ധന്യനുമായ, സകലു ആ വസുദേവനാകട്ടെ, മണിദീപിതേന രത്നങ്ങളുടെ പ്രഭ കൊണ്ട് പ്രകാശിക്കുന്നവനും, ഭൂരിപണ വാരിത വാരിണ അനേകം പത്തികൾ കൊണ്ട് തടയപ്പെട്ട ജലത്തോടു കൂടിയവനുമായ, ശേഷേണ ആദിശേഷനാൽ, സ്വൈരം യഥേഷ്ടം, പ്രദർശിത പദ വഴി കാണിക്കപ്പെട്ടവനായി, പ്രദസ്തേ യാത്ര തിരിച്ചു, ഈശ അല്ലയോ ജഗന്നാഥ, സോയം അപ്രകാരമുള്ള അവിടുന്ന്, മേ എൻ്റെ, രോഗവേഗാൻ രോഗകാഠിന്യത്തെ, നാശയ നശിപ്പിച്ചാലും. ഹരിവും. സാരം: അനന്തൻ പത്തി വിരിച്ച് കുടപിടിക്കുകയും പത്തികൾ കൊണ്ട് ജലപ്രവാഹങ്ങൾ തടയുകയും പത്തിയിലെ രത്നങ്ങൾ കൊണ്ട് വെളിച്ചം നൽകുകയും ചെയ്തപ്പോൾ വസുദേവൻ തടസ്സങ്ങളെല്ലാം മാറി ഇഷ്ടസിദ്ധി നേടി മുന്നോട്ടു പോയി. അങ്ങനെ ഇച്ഛാമാത്രം കൊണ്ട് കാര്യസിദ്ധി നൽകുന്ന ഭഗവാനെ, അങ്ങ് എൻ്റെ രോഗത്തെ മാറ്റിത്തരേണമേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.